കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ ശുംഭനോ എന്ന് കെ കരുണാകരനെ നോക്കി പാടി എന്നുള്ളതാണ് ആ മഹാഭാവം വാരിരൂട്ടി ചെയ്ത് തെറ്റ്. അതിന്റെ പേരിലാ പോയി തല്ലിക്കൊന്ന്. നാളെ ഇവർ അധികാരം കിട്ടിയാൽ എന്നെ കൊല്ലില്ല എന്ന് വല്ല നിർബന്ധമുണ്ടോ? കോൺഗ്രസ്സുകാരുടെ ചരിത്രം അതാണ്. അധികാരം കിട്ടിയെടുത്ത് മുഴുവൻ ക്രഷ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷനെ. ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കുകയാണ്, തട്ടിപ്പടത്താണ്. ഇവര് നേതാവുണ്ടല്ലോ സതീശൻ, പുസ്തകം വായനയാണ്. കാരണം കേരളത്തിൽ എന്താണ്, കേരളത്തിലൊരു ഇടതുപക്ഷ ബുദ്ധി ഒരു ജാടയുണ്ട്. പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ. എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞു, ഈ ഇടതുപക്ഷ ജാർഗൻ ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസിലെ, ഇതാണ് കോൺഗ്രസിനെ മുച്ചൂട് നശിപ്പിച്ചത്. വേറൊരാളുണ്ടല്ലോ നടക്കുന്നയാള്, ആ ആളെ ഉപദേശിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ്. പ്രശാന്ത്, നമുക്കൊന്ന് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇതൊക്കെ കേട്ടാൽ ചിരിക്കാതെ വേറെ നിർവാഹമില്ല. മലയാളികളും ഒന്നടങ്കം ആസ്വദിക്കുന്നുണ്ടാകും. ശരി, പറയൂ, എത്ര യുദ്ധങ്ങൾ കടന്നുപോയി അല്ലേ? കോൺഗ്രസ് എങ്ങനെയാകണം, കോൺഗ്രസിന് എടുക്കുന്ന ക്ലാസ് എടുക്കുകയായിരുന്നു അന്ന് സന്ദീപ് വാര്യർ ചെയ്തത്. മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള സെമിനാറിൽ ഒരു സെഷനിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ കോൺഗ്രസ് ഇപ്പോഴത്തെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഇരുത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വീഴ്ചകൾ രാഹുൽ ഗാന്ധി അടക്കം വിമർശിച്ചുകൊണ്ട് ഈ സന്ദീപ് വാര്യർ അന്ന് നിലപാടെടുത്തത്. അതേ സന്ദീപ് വാര്യരെ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ തോളിൽ കൈയിട്ട്, ഈ VD സതീശനും ഒക്കെയാണ് അദ്ദേഹം അന്ന് വിമർശിച്ചത്. അങ്ങനെ തോളിൽ കൈയിട്ട് സ്വീകരിക്കുകയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപ് വാര്യർക്ക് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയിലേക്ക് ചാടാൻ, അത് CPM-ലേക്കാണെങ്കിലും കോൺഗ്രസിലേക്കാണെങ്കിലും ചാടാനുള്ള ഒരു സേഫ് പാസേജ് ഒരുക്കി കൊടുത്തത് സരിൻ തന്നെയാണ്. കാരണം ഇന്നലെ വരെ തോളിൽ കൈയിട്ടുന്ന കോൺഗ്രസ് നേതാക്കളെ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് സരിൻ ഇന്നലെ വരെ വിമർശിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാളയത്തിലേക്ക് സരിന് പോകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് ഒരാൾക്ക് CPM-ലേക്കോ BJP-യിൽ നിന്ന് ഒരാൾക്ക് കോൺഗ്രസിലേക്കോ തിരിച്ച് CPM-ലേക്കോ ഒക്കെ വരാൻ ഒരു തടസ്സവുമില്ല. കാരണം അവസരവാദികളുടെ ഒരു കൂട്ടമായി രാഷ്ട്രീയത്തിലെ നേതാക്കൾക്ക് മാറാൻ സാധിക്കും എന്ന് സാധാരണക്കാർക്ക് തോന്നിക്കുന്ന രീതിയിലാണ് സമീപകാലത്തെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള. ശരിയാണ് പ്രശാന്ത്, ഏതൊരു സാധാരണക്കാരനും പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ആഭിമുഖ്യം ഉള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ പെട്ടെന്ന് ആളുകൾ മാറും. നമ്മൾ പലപ്പോഴും ഉത്തരേന്ത്യയിലെ കാഴ്ചകൾ പറഞ്ഞാണ് നമ്മൾ പരിഹസിക്കാറ്. അവിടെ അങ്ങനെയാണ്, മറ്റേ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഉടനെ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും എന്നൊക്കെ പറയാറ്. പക്ഷേ ഇനി അങ്ങനെ നമ്മൾ അങ്ങോട്ട് നോക്കിയൊന്നും പരിഹസിക്കുകയോ വിമർശിക്കുകയോ വേണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ ചുറ്റും നോക്കിയാൽ നമുക്ക് ഒരുപാട് ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയും. ഇതൊക്കെ ഓരോരോ നിലപാടുകളുടെ ഭാഗമായിട്ടൊക്കെയാണ് മാറുന്നത്. പക്ഷേ സാധാരണക്കാരെ ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ കുറച്ച് പണിപ്പെടേണ്ടി വരും നേതാക്കൾ എന്നതുകൂടിയുണ്ട്. നമുക്ക് മറ്റൊരു യുദ്ധം രാഹുൽ ഗാന്ധിക്കെതിരെ നയിച്ചത് കാണാം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നുള്ള MP ആണല്ലോ രാഹുൽ ഗാന്ധി. അദ്ദേഹം വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ MP ആണ്. ഉത്തർപ്രദേശുകാർ തോൽപ്പിച്ച് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് വിട്ട ആളാണ്. പക്ഷെ രാഹുൽ ഗാന്ധി സമരം ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. കേരളത്തിൽ കഴിഞ്ഞ അദ്ദേഹം ഇലക്ഷന് ജയിച്ചു പോയതിനു ശേഷം കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? വോട്ട് തേടി പാലക്കാടുണ്ട്. അതേ സമാനമായ സാഹചര്യത്തിലേക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് തേടി ഇറങ്ങുമ്പോൾ സന്ദീപിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി പറയേണ്ടി വരും. BJP-യുടെ തെരഞ്ഞെടുപ്പ് വയനാട് പ്രഭാരിയായിരുന്ന അവിടുത്തെ ചുമതല ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർക്ക് അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയത്. ഈ സന്ദീപ് വാര്യർക്ക് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെ സംസാരിക്കാൻ സാധിക്കും.